അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവർക്കും സുഖല്ലേ, റാഹത്തല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഉഖ്റവിയും ദുന്യവുമായിട്ടുള്ള എല്ലാ സആദത്തും എല്ലാ വിജയങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. അവൻ്റെ ഉത്തമ ഇബാദുകളിൽ, അടിമകളിൽ, അവൻ്റെ സത്യവിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ ഡിവോഴ്സ് കേസുകൾ വളരെയധികം കൂടുതലാണല്ലേ. ഭർത്താക്കന്മാർ ഭാര്യമാരെ മനസ്സിലാക്കാണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രോബ്ലംസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് ക്ഷമിക്കാണ്ട് ഒരുപാട് തരത്തിലുള്ള പ്രയാസങ്ങൾ അല്ലേ. എന്താണെങ്കിലും ഭർത്താക്കന്മാർക്കിടയിൽ നല്ല രമ്യതയും ഐക്യവും ഉണ്ടാകാൻ നമ്മളെ സഹായിക്കുന്ന, അതിനു വേണ്ടിയിട്ട് പടച്ച റബ്ബിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു സഹായമുണ്ടാകുന്ന ഒരു ഇസ്മാണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഈ ഷെയറിങ്ങിലൂടെ നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഉപകാരം കിട്ടുകയാണെങ്കിൽ അവർക്കത് വലിയ ഒരു ഗുണമായിരിക്കും. അതോടൊപ്പം അവർക്ക് ഉപകാരം കിട്ടുന്നതിൻ്റെ ഫലമായി പടച്ച റബ്ബ് ഇങ്ങൾക്കും കൂലി തരും. എന്താണേലും കൂടുതൽ നീട്ടി വലിച്ച് പറഞ്ഞൊരിക്കലും നിങ്ങൾ ക്ഷമ പരീക്ഷിക്കുന്നില്ല. ഏതാ ഇസ്മ എന്നങ്ങോട്ട് പറഞ്ഞുതരാം. യാ കബീറു യാ കബീറു യാ കബീറു, ഇതാണ് ഇസ്മ. നമ്മുടെ ഒരു സൊല്യൂഷൻ ഈ ഇസ്മിലുണ്ട്. എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ ഇസ്മിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് ഫലങ്ങളുണ്ട്. വിജ്ഞാനത്തിൻ്റെ, അതുപോലെ ആത്മജ്ഞാനത്തിൻ്റെ ഒക്കെ കവാടങ്ങൾ ഈ ഒരു ഇസ്മിൻ്റെ അഹ്ലുകാർക്കിടെ മുമ്പിൽ. അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു ഫലമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. ഭർത്താക്കന്മാർ ഭക്ഷണം കഴിച്ച് ഈ ഒരു ദിക്ർ, ഈ ഒരു ഇസ്മ അധികരിപ്പിച്ചാൽ അവർക്കിടയിൽ രമ്യതയും ഐക്യവും, അതുപോലെ പരസ്പര അണ്ടർസ്റ്റാൻഡിങ്, പരസ്പര ധാരണയും ഒക്കെ വർദ്ധിക്കുന്നതാണ്, നിലനിൽക്കുന്നതാണ്. മനസ്സിലായില്ലേ? പരസ്പര സ്നേഹത്തോടു കൂടെയുള്ള ഒരു ലൈഫ്, പരസ്പര ബഹുമാനത്തോടു കൂടെയുള്ള ഒരു ജീവിതം രണ്ടു പേർക്കിടയിലും പടച്ച റബ്ബ് നിലനിർത്തി കൊടുക്കും. യാ കബീറു എന്നുള്ള ഇസ്മ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഭർത്താക്കന്മാരെന്ത് ചെയ്യുക? അധികരിപ്പിക്കുക. എന്താണെങ്കിലും നമുക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കാണ്. യാ കബീറു യാ കബീറു. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഇതുപോലെയുള്ള ഇസ്ലാമിക് സൊല്യൂഷൻസുമായിട്ട് സൂറത്തുകളുടെയും അസ്മാകളുടെയും സ്വലവാത്തുകളുടെയും ഒക്കെ ഫലങ്ങളും അനുഭവങ്ങളൊക്കെ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.